അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ അജിറ്റേറ്റഡായി കുറേ ആളുകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത്. ആഭ്യന്തരമന്ത്രി ടി വിയിൽ കണ്ടിട്ടാണ് പോലീസിനെ വിട്ടത്. ആ റെയ്ഡ് നടത്തുന്ന കാര്യം ED ഗവൺമെൻറ്റിനെയോ പോലീസിനെ അറിയിച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അവർ കേന്ദ്ര സേനയെ വിന്യസിപ്പിച്ചിട്ടാണ് അവർ ഈ റെയ്ഡ് നടത്തുന്നത്. മനസ്സിലായില്ലേ? അവർക്ക് പരിമിതമായ അധികാരങ്ങളേ ഉള്ളൂ കേന്ദ്ര സേനയ്ക്ക്. പക്ഷേ അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുമെന്ന് പോലീസും കൂടി ചെന്നില്ലായിരുന്നെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു? പോലീസ് ചെന്നതുകൊണ്ടല്ലേ. പിന്നെ നടത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് ആ അന്വേഷണം നടക്കുകയല്ലേ. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് ആദ്യം കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു, ബാക്കിയുള്ള അന്വേഷണം നടക്കുമല്ലേ. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. കുറ്റവാളികളെ എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. ഇത് കുറ്റകൃത്യമാണ്, വലിയ ഓഫൻസാണ് ചെയ്തത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. CPM അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വളരെ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പോലീസ് ഞാൻ പറഞ്ഞുതരാം. ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പോലീസ് കുറച്ചുകൂടി ബുദ്ധിപൂർവമായിട്ട് പെരുമാറണം. ആ പെരുമാറ്റമാണ് അവിടെ ഉണ്ടായതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ആ സംഘർഷം വേറൊരു തലത്തിലേക്ക് വളരാതെ ഇപ്പം നടന്ന സംഘർഷത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇപ്പോൾ അവിടെ വേണമെങ്കിൽ പ്രകോപിപ്പിക്കാം, അല്ലെങ്കിൽ കർശന നടപടി, സ്ട്രിക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് കേരള പോലീസ് വിചാരിച്ചാൽ ഏത് പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ പറ്റാത്തത്? ഇരച്ചു കയറാം. ആ പാർട്ടി ഓഫീസിലേക്ക് ഇരച്ചു കയറി അവിടെയുള്ള ആളുകളെ കുറേ പേരെ തല്ലി, കുറേ പേര് തടയുമല്ലോ. അപ്പോൾ അവർക്കിട്ടൊക്കെ നല്ല അടിയൊക്കെ കൊടുത്ത്, വേണമെങ്കിൽ വല്ല വൈരാഗ്യമുള്ളവൻ്റെ 2 കൂടുതൽ കൊടുത്ത് ഇതൊക്കെ പോലീസിന് ചെയ്യാം. എന്നിട്ട് ഇഷ്ടമുള്ളവരെ തൂക്കിയെടുത്തോണ്ട് പോരാ. അങ്ങനെയാണോ പോലീസ് ചെയ്യേണ്ടത്? ഞാൻ കരുതുന്നത് പോലീസ് ചെയ്തത് കുറച്ചുകൂടി സംഘർഷം അയവ് വരുത്താൻ അജിറ്റേറ്റഡായി കുറേ ആളുകൾ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ക്രിമിനൽസും ഉണ്ട് അതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തു. ഇനി കേസ് അന്വേഷണം നടക്കുകയല്ലേ. തെറ്റ് ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല. കുറ്റകൃത്യം, താങ്കളുടെ ചോദ്യം കറക്റ്റാണ്. കുറ്റകൃത്യം ചെയ്ത ഒരാളും രക്ഷപ്പെടില്ല, നടപടിയെടുക്കും. അല്ല, ഞാൻ പറഞ്ഞേ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആദ്യഘട്ടത്തിലാണ് ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തത്. കോടതി അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ആ അന്വേഷണം പൂർത്തിയാകട്ടെ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കപ്പോൾ പരിശോധിക്കാം. പോലീസ് അന്വേഷണത്തിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. അല്ല, ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അഭിനന്ദിക്കുകയല്ലേ ചെയ്തത്. ആഭ്യന്തരമന്ത്രി ടി വിയിൽ കണ്ടിട്ടാണ് പോലീസിനെ വിട്ടത്.